ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിലമ്പൂർക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നിലമ്പൂർ പാട്ടുത്സവം. അതുപോലെ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് സർവാണി സദ്യയും. വേട്ടക്കരുമകൻ ക്ഷേത്രത്തിലാണ് നിലമ്പൂർ പാട്ടുത്സവം നടക്കുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 1 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി തൊഴുതു. അവിടെ നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ സർവാണി സദ്യ കഴിക്കാൻ വരിക്ക് നിന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. കാരണം എല്ലാ വർഷത്തേനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് അവർ പറയുന്നത്. വരിക്ക് നിൽക്കുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പ്രതീക്ഷിച്ച പോലെ കുറേ നേരമൊന്നും ഞങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു. ഒരൈറ്റം കൂടെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഈ പന്തലൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോവിലകത്തിൻ്റെ മുന്നിൽ തന്നെ, അതായത് അമ്പലത്തിൻ്റെയൊക്കെ മുന്നിലായിട്ടാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു, പായസവും കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കോവിലകം. ഇതാണ് നമ്മുടെ കോവിലകം. ഇതൊക്കെ കോവിലകത്തിൻ്റെ ഏരിയ തന്നെയാണ്. നിലമ്പൂർ പാട്ടുത്സവത്തിൻ്റെയും പിന്നെ കോവിലകത്തിൻ്റെയും എല്ലാ ഐതിഹ്യങ്ങളൊക്കെ ഏകദേശം എല്ലാ വീഡിയോയിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് ഇവിടെ ഉണ്ട്. അവിടെ സദ്യ കഴിക്കാനും അമ്പലത്തിലേക്ക് വന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഒരുപാട് ഷോർട്ട് ഫിലിംസും ഒക്കെ ഷൂട്ട് ചെയ്തൊരു പ്ലേസാണ് ഇത്. ഈ കോവിലകത്തിൻ്റെയൊക്കെ ഏരിയയിൽ ഇതേപോലുള്ള പഴയ വീടുകൾ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ എഴുന്നള്ളിപ്പിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആന ഗണേശൻ, ഒരു കുഞ്ഞാന കേട്ടോ. പാട്ടുത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ബായ്.